എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഇന്ത്യൻ മെക്സിക്കൻ വിഭവം, അതായത് കെസേദിയ പറാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല സൂപ്പർ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെന്താ വേണ്ടതെന്ന് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് മൈദ നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം പരത്തി ഉരുട്ടിയിട്ട് നീട്ടി മുറിച്ച് പരത്തിയെടുക്കാം. കുറച്ച് മാവ് തൂവി കൊടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നാലും വെലിങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. ചപ്പാത്തീൻ്റെ മാവ്, അതായത് ഗോതമ്പ് പൊടിയാകുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന ഷേപ്പ് കിട്ടും. പക്ഷേ ഇതങ്ങനെ വലിയ ഷേപ്പ് കിട്ടൂല. എന്നാലും ഇളാവും പോലെ ഇതാവുമ്പോൾ അതിനൊരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈദയോടെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നല്ലോണം കട്ടി കുറച്ച് നല്ലോണം പരത്തിയെടുക്കാം. നമുക്ക് പുറത്തുനിന്ന് എന്തെല്ലോ ഒച്ചയെല്ലാം വരുന്നുണ്ട്, സോറി കേട്ടാ. നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശക്കല്ലുമിലിട്ടൊന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്ത് ഇതിൽ ഫില്ലിങ് നിറച്ച് കഴിഞ്ഞാൽ എന്താ സുഖം തിന്നാൻ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിമേലിട്ടിട്ട് ചപ്പാത്തി പോലെ അങ്ങ് വേവിച്ച് കളയറ്. ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചു വേഗം ഒന്ന് വേവിച്ച് എടുക്കുക. അത്രയേ വേണ്ടൂ. അതിൽ ഇനി ഫില്ലിങ്ങിന് എന്തെല്ലാം വേണ്ടെന്ന് നോക്കാം. അതിന് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, പിന്നെ ഒരു 1/4 കപ്പ് സ്വീറ്റ് കോൺ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ക്യൂമിൻ പൗഡർ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചാറ്റ് മസാല അത് ഓപ്ഷനല്ല 1/4 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഫ്രഷായിട്ട് പൊടിച്ചിട്ടാൽ അമ്മീമേലായിട്ട് ചതുക്കിയിട്ടിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. പിന്നെ ഒരു ചീസും ഒരു 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ട് നല്ലോണം ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് എടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, അതും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതാണ് ഇത്, അതും. പിന്നെ 1 ടീസ്പൂൺ നല്ലോണം ചോപ്പ് ചെയ്തെടുത്ത മല്ലിയില എല്ലാം കൂടി ഒന്നും കൂടി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചുട്ട് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടനോ ചിക്കനോ, ഇനി അതല്ല പിന്നെ എഗ്ഗോ, ഈവൻ കടല പോലും വെക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്തിട്ട് നല്ലോണം ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ മാക്സിമം വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചീസ് 2ആയി മുറിച്ചിട്ട് അതും ഇതിൻ്റെ മേലെ വെക്കാം. നല്ലോണം പരത്തി നല്ലോണം അമർത്തി കൊടുക്കും. അന്നേരം നല്ലോണം ഒന്ന് ഫിക്സായി നിന്നോളും. ഇനി നമുക്കിത് ദോശക്കല്ലുമ്മലിട്ടിട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടത്തിന് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം നല്ല ചൂടുള്ള കല്ലുമ്മൽ ഒരു മീഡിയം ഫ്ലെയിമിലിടുക. നല്ല ചൂട്. എന്നിട്ട് ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇതുപോലെ നല്ലോണം മുറുകലായിട്ട് അതിങ്ങനെ തൊടുമ്പോൾ നല്ല കിരികിരിന്ന് ഒച്ച വരും. അങ്ങനെയാക്കി കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റി കെസേദിയ പറാത്ത. നല്ല ടേസ്റ്റാണ്. കണ്ടോ, ചീസെല്ലാം നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നോക്കിയിട്ട്
അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.